Welcome to Garam Masala, the magic spices of cooking. ചക്കപ്പൊരി ഇന്ന് നമുക്കൊരു ഈസി സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ചക്കപ്പൊരിയാണിത്. നല്ല പഴുത്ത ചക്ക ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. സ്നാക്കായും ഇഫ്താർ ഡിഷായും എല്ലാം നമുക്കിതിന് സെർവ് ചെയ്യാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇനി 1-2 പിഞ്ച് ഉപ്പ്, 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യണം. ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയ ഒരു ബാറ്ററാക്കി മാറ്റാം. കട്ടയൊന്നും ഉണ്ടാകരുത്. നമ്മുടെ ബാറ്റർ നല്ല ലൂസ് ആകരുത്, എന്നാൽ നല്ല തിക്കും ആകരുത്. നമുക്കിതിനെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. ഒന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമ്മുടെ ചക്കപ്പൊരി നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല സോഫ്റ്റുമായിരിക്കും. ചക്കപ്പൊരി തയ്യാറാക്കാൻ വേണ്ടി നല്ല പഴുത്ത ചക്ക തന്നെ എടുക്കണം. ഓരോ ചക്കയായി എടുത്ത് നമുക്കിതിന്റെ കുരുവെല്ലാം മാറ്റാം. ഓരോ ചക്ക ചുളയെയും ഞാൻ 2 പീസുകളാക്കിയാണ് മുറിച്ചെടുക്കുന്നത്. ഇതിനെ 3-4 പീസാക്കി മുറിച്ചെടുക്കാം. രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചക്കപ്പൊരി തയ്യാറാക്കുന്നത്. നമ്മുടെ ബാറ്റർ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് ഓരോ പീസ് ചക്കയും മുക്കിയെടുക്കണം. ഇതിനെ നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്യണം. ഇടക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചക്ക ഇഷ്ടമുള്ളവർക്ക് ഈ സ്നാക്കും ഇഷ്ടപ്പെടും. ലൈറ്റ് ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ചക്കപ്പൊരി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്കിതിനെ ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചക്കപ്പൊരികൾ കൂടെ ഫ്രൈ ചെയ്യണം. നമുക്ക് ഓരോ ചക്ക പീസായി ബാറ്ററിൽ മുക്കി ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം. ചക്കച്ചുളയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഈ ബാറ്റർ ഉപയോഗിച്ച് 30 മുതൽ 40 വരെ മീഡിയം സൈസുള്ള ചക്കപ്പൊരി തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പൊരി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.